ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൺ. ഇനി ഞാൻ വന്നിരിക്കുന്നത് കോവയ്ക്ക ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ. ഇനി ഇത് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. അപ്പോൾ കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് കോവയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വട്ടത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവ് കുറവാന്ന് കണ്ടപ്പോൾ ഞാൻ ലാസ്റ്റിൽ 1 ടീസ്പൂൺ കൂടെ ചേർത്തു. അങ്ങനെ 2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പം ചിക്കൻ മസാല നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പകരം സാമ്പാർ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 4-5 വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചത് ചേർക്കാം. പിന്നെ 3-4 പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കോവയ്ക്ക മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന കോവയ്ക്ക ഫ്രൈ ആണ്. ഇത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.